അമിത വൈദ്യുതി ബിൽ പിൻവലിക്കുക. KCB-യുടെ അനീതി നിർത്തലാക്കുക. NCP സിന്ദാബാദ്. ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ആരാധ്യനായ ശ്രീ കുര്യാച്ചൻ കണ്ടത്തിൽ, അതോടൊപ്പം തന്നെ ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്, ശ്രീ KK ശംസുദ്ദീൻ അവർ. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷ പ്രിയങ്കരിയായ അഡ്വക്കേറ്റ് കവിത, പ്രവാസി കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ശാഖർകുട്ടി പൊത്തിരിയിൽ, അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി നിയുക്ത പ്രസിഡന്റായി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ശ്രീ ഷൈജു വട്ടക്കുളം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീജ കുര്യൻ, അതോടൊപ്പം തന്നെ ജെസി ബിനോയ്, നമ്മുടെ പാർട്ടിയുടെ പ്രിയങ്കരനായ സംഘടനാ ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർ PP, ശ്രീ നൌഷാദ് AJ, അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായി അവരോധനായിട്ടുള്ള ശ്രീ ജോസ് തടത്തിൽ, ഒപ്പം നമ്മുടെ പ്രിയ അനിൽകുമാർ, അതോടൊപ്പം തൊടുപുഴ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ സബീഷ്, മറ്റ് സഹോദരന്മാരെ പറഞ്ഞു. ഇതിവിടുത്തെ സഖാക്കന്മാർക്കും ഘടകകക്ഷിയായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് അവരുടെ സിംഗിണിമാർക്കും ജീവിക്കുവാനുള്ള ഒരു സംവിധാനമാകരുത്. ഇവിടെ സാധാരണക്കാരിൽ നിന്നും ഈടാക്കുന്ന നികുതിയിൽ നിന്നാണ് നിങ്ങൾ ഇത്തരം ധൂർത്തും ധാരാളിത്വവും കാണിക്കുമ്പോൾ വീണ്ടും അവരെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ചാർജ് വർധനവിന്റെ പേരിൽ, അല്ലെങ്കിൽ വസ്തു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇവിടെ ഒരു പാവപ്പെട്ടവന്റെ വസ്തു വിൽക്കുന്നതിനോ അത് വാങ്ങുന്നതിനോ കഴിയാത്ത തരത്തിൽ ഇത്തരം വസ്തു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അമിതമായ ചാർജ് വർധനവുകൾ നടക്കുകയാണ്. ഏത് മേഖലയിലാണ് ചാർജിന്റെ വർധനവില്ലാത്തത്? നിങ്ങൾ വലിയ വലിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വലിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ആഡംബര വണ്ടികളിലൂടെ തലങ്ങും വിലങ്ങും പോകുമ്പോൾ സ്വാഭാവികമായും ഒറ്റക്കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. പട്ടിണി പാവങ്ങളുടെ നെഞ്ചത്തുകൂടിയാണ് നിങ്ങൾ നടന്നു പോകുന്നത്. നിങ്ങളുടെ ആഡംബര വാഹനങ്ങൾ ഞങ്ങളുടെ മറാപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. വിശപ്പുള്ളവന്റെ വിശപ്പ് നിങ്ങൾ കാണുന്നില്ല, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നിങ്ങൾ കാണുന്നില്ല. പട്ടിണി രഹിതമായ ഒരു സംസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ, വൈദ്യുതി മിച്ച സംസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ വൈദ്യുതിയുടെ നിരക്ക് അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അടിയന്തരമായി പിന്മാറണമെന്നും അത് മാറിയില്ല എങ്കിൽ ഈ ഭരണം തച്ചുടച്ചു പോകും. ജനങ്ങളുടെ ശാപവും അതുപോലെ തന്നെ വെറുപ്പും സമ്പാദിച്ച ഒരു ഗവൺമെന്റായി കേരളത്തിന്റെ ഗവൺമെന്റ് മാറുന്നു എന്ന കാഴ്ചയാണ് ജനങ്ങളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളുടെ ജനങ്ങൾ എണ്ണപ്പെട്ടു, നിങ്ങൾ തീക്കൊള്ളിക്കൊണ്ട് തലച്ചൊറിയുകയാണ്. ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കരുത്, ജനങ്ങൾ അക്ഷമരാണ്. ഇത്തരം മാത്രം കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ ധർണാ സമരം ഔദ്യോഗികമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.